അപ്പൊ നമ്മളെ ടാറ്റയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ വെക്കുന്നത് MG ടൈഗ്ര അല്ല, ടൈഗ്രയുടെ നെക്സ്റ്റ് ലെവലായിട്ടുള്ള സ്റ്റാർ സീലാണ് വന്നിരിക്കുന്നത്. രണ്ട് കളറാണ് ഇവിടെ ഉള്ള സ്റ്റാർ സീയുടെ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോഡിയാണിത്. ഇതിപ്പോ ഏത് ചേസിലായിരിക്കും? എനിക്ക് തോന്നുന്നു പാരബൻസ് തന്നെ ആയിരിക്കും. അപ്പൊ നിലവില് സ്റ്റാർ സീയുടെ MG ടൈഗ്ര കഴിഞ്ഞിട്ട് അടുത്ത മോഡലാണ് സ്റ്റാർ സി. അതിന്റെ ചേസ് വന്നിരിക്കുന്നത് നിലവിൽ ഏഷ്യറിലും ഒന്ന് ഭാരത് ആണ്. ഏറ്റവും കൂടുതൽ ഭാരത് ആണ് കൂടുതലായിട്ട് തുറന്നാലും പുള്ളിക്കാരൻ പറയൂ. हाँ बोलिए. मेरा नाम तनवीर है. ओके ओके. ये भारत बेंच का चेसी है. ओके. ये एमजी का बॉडी है इसमें. ओके. स्टार जेड बोल के नया वाला स्टार जेड. ओके ओके. नया वाला बॉडी है. ओके सर. अभी लॉन्च हुआ है. ओके ओके. और हमारा टाइगरा भी है, ग्लाइडर भी है. टाइगर का नया मॉडल है. टाइगरा और ग्लाइडर के बीच में का है. और अब सीटर कम स्लीपर भी है और स्लीपर भी है, सीटर भी है. ഓക്കെ ഓക്കെ. താങ്ക് യു ബൈ. താങ്ക് യു. അപ്പൊ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് പുതുതായിട്ട് വന്ന് ലോഞ്ച് ചെയ്ത വാഹനമാണ്. എന്നുവെച്ചാൽ നമ്മളെ ടൈഗറയുടെ കഴിഞ്ഞ് നെക്സ്റ്റ് ലെവലിൽ വരുമ്പോ ഉള്ള സ്റ്റാർ സെഡ് ആണ്. സ്റ്റാർ സെഡ്. ഇത് ഈ ഷാസി കെട്ടിയിരിക്കുന്നത് ഭാരത് ബെൻസിലാണ്. അപ്പുറത്ത് കിടക്കുന്ന അത് ഏഷ്യറിലാണ്. ഇച്ചിരി കൂടി കംഫർട്ട്. അത് ഇതിപ്പോ കെട്ടിയിരിക്കുന്നത് സീറ്റ് കം സ്ലീപ്പർ. ആ ഒരു ഇതിലാണ് കെട്ടിയത്. അതും സീറ്റ് കം സ്ലീപ്പർ തന്നെയാണ്. സോറി, അത് ഫുൾ സ്ലീപ്പറാണ്. ഇത് സീറ്റ് കം സ്ലീപ്പറിലാണ് കെട്ടിയേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇതൊന്ന് കയറി കണ്ടോ. ഇത് കണ്ടോ ഡിക്കിയുടെ ഓപ്പണിങ്. സാധാരണ വരുന്ന മറ്റേ സൈഡിൽ ഇത് കറക്റ്റ് മുകളിലോട്ട് പൊക്കി വെക്കുന്ന രീതി. നമുക്ക് ഒരുപാട് സ്പേസ് വേണ്ട സൈഡിൽ. അതെ, ഡിക്കി തുറക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്പേസ് വേണ്ട. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇതിന്റെ ക്ലോസിംഗ് സ്പേസ് വലിയ സ്പേസ് വേണ്ട. ഒരാൾക്ക് ഈസി ആയിട്ട് അടയ്ക്കാനും തുറക്കാനും ചെയ്യും. 1 2 3 4 5 6 വൺ സൈഡിൽ 6 ഡോറാണ് വരുന്നത്. നേരത്തെ ഇത് കൂടാതെ ഉള്ളിലോട്ടും നമുക്ക് അങ്ങോട്ട് സ്പേസ് ഉണ്ട്. ഓക്കെ. നേരത്തെ വരുന്നത് വെച്ചാൽ ഈ ഡിക്കി ഫുൾ ആയിട്ട് ബാറ്ററി കൊടുത്തിരുന്നത്. ഇപ്പോ ബാറ്ററിക്ക് സെപ്പറേറ്റ് അതിന്റെ മുകളിൽ വീണ്ടും ഇത് വരുന്നുണ്ട്, സ്പേസ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ചേസ് വന്നിട്ട് 13.5 മീറ്റർ ലെങ്ത് ആണ് വരുന്നത്. ക്യാബിൻ വ്യൂ ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ല കിടിലം ലുക്കാണ് വരുന്നത്. ടൈഗ്രയുടെ ഓക്കെ. നമുക്ക് അകത്ത് ടൈഗറൊക്കെ ഇവിടുന്ന് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഗ്ലൈഡർ സിസ്റ്റം. ഓക്കെ ഓക്കെ. അതായത് ടൈഗറൊക്കെ ഇവിടെ വേറൊരു മോഡലായിട്ട് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്ലൈഡർ മോഡലാണ് ഡാഷ്ബോർഡ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ AC ബ്ലോയറുകൾ डायरेक्ट नहीं हो गया. ओरिजिनल एयर. एयर है ना. फिल्टर होके आता है. वाटर नहीं आता. वाटर पूरा गर्म होके साइड पे साइड जाएगा. പുറത്തുനിന്നുള്ള എയർ വലിച്ചെടുത്തിട്ടാണ് AC. അതായത് നേരത്തെ വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതില്ല ഇപ്പോ. ഇത് AC ക്യാബിനാണ്. നേരത്തെ ഉള്ള ചില വണ്ടികളിലൊന്നും ക്യാബിൻ AC ഇല്ല. അപ്പൊ ആ AC ബ്ലോയറും കൂടി, അതായത് ഡ്രൈവർക്കും കൂടി കംഫർട്ട് കൊടുത്തിട്ടാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. AC ബ്ലോയറുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് അകത്തും കൂടി എടുക്കും. ഓക്കെ. അപ്പൊ അകത്തുനിന്ന് കാണാം. സ്റ്റാർ സിയുടെ സ്ലീപ്പർ ബസ്സിന്റെ ഉൾവശം ഉള്ള ലുക്ക് ഇങ്ങനെയാണ്. സ്റ്റാർ സെറ്റിന്റെ ഉൾവശം ഡബിളും സിംഗിളും ആയിട്ടാണ് നിർത്ത് വരുന്നത്. ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അകത്തോട്ട് കയറാൻ പോലും സ്ഥലമില്ല. അപ്പൊ സ്റ്റാർ സിയുടെ 2 മോഡലാണ് ഉള്ളത്. MGയുടേത് നിലവിൽ ഇവിടെ ഒന്ന് ബാർബൻസിന്റെ റെഡ് കളറും ഏഷ്യന്റെ ബ്ലൂ കളറുമാണ് ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. MG സ്റ്റാർ സെറ്റില് മോഡല് ഏഷ്യറിലാണ് ഇത് ഷാസിലുള്ളത്. 13.5 മീറ്റർ ആണ് മീറ്ററിലാണ് വന്നിട്ടുള്ളത്. ഇത് ഫുൾ സ്ലീപ്പർ ആണ്. ഭാരത് ബെൻസ് വന്നിട്ട് സ്ലീപ്പർ ആണ്. പക്ഷെ അത് കയറിയ സമയത്ത് അതില് സീറ്റ് കണ്ടില്ലല്ലോ. നമുക്ക് ബോഡി ഇഷ്ടാനുസരിച്ച് മാറ്റാവുന്നതായിരിക്കും. പുള്ളി പറഞ്ഞപ്പോ സീറ്റ് കം സ്ലീപ്പർ എന്നാ പറഞ്ഞത്. ഒരു വണ്ടി സീറ്റ് കം സ്ലീപ്പറും ഒരു വണ്ടി ഫുൾ സ്ലീപ്പർ എന്നാ. നമുക്ക് കയറി നോക്കാല്ലേ? കയറിയോ. ഏഷ്യറിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ക്യാബിൻ വ്യൂ ഇങ്ങനെയാണ്.
ഓക്കെ, നോർമൽ ആയിട്ട് ഏഷ്യറിന്റെ ഒരു ക്യാബിൻ ആണ്. ക്യാബിൻ അത്രേ ഉള്ളൂ. MG ബോഡി ബിൽഡേഴ്സിന്റെ പ്രത്യേകതയാണ് ഇപ്പോഴത്തെ വണ്ടിയിൽ ആ ഡ്രൈവർ ക്യാബിനും കൂടി AC ആക്കിയിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ. പ്രത്യേകതയാണ്. പക്ഷെ നേരത്തെ നമ്മൾ ഭാരത് ബെൻസിൽ പറഞ്ഞ അതേ കണക്ക് തന്നെ ആ ഫ്രണ്ട് ഇതില് ഡ്രൈവർ ക്യാബിൻ ഹോൾഡർ കൊടുത്ത് വെള്ളം പുറത്തോട്ട് പോകാനുള്ള സംവിധാനം കൂടി ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഡ്രൈവർ നേരത്തെ പറഞ്ഞത്. ഓക്കെ. ഈ വണ്ടിയൊന്നും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അവര് പറഞ്ഞു തരുന്ന അറിവുകൾ മാത്രമേ നമുക്കുള്ളൂ. അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കയറുന്ന പാസഞ്ചേഴ്സിനുള്ള മാനുവലാണ്. ഓക്കെ ഓക്കെ. സേഫ്റ്റി ഫീച്ചേഴ്സിന്റെ മാനുവലാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ബാക്കി സാധാരണ നമ്മുടെ എല്ലാ വണ്ടികളും പോലെ തന്നെ ഉള്ള സെറ്റപ്പുകളാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ സ്റ്റാർസിയുടെ ഉൾവശത്തിന്റെ ഒരു കാഴ്ച. അത്യാവശ്യം നോർമലായിട്ട് വരുന്ന എല്ലാ വാഹനത്തിലുള്ള കണക്ക് തന്നെയാണ്. പിന്നെ എടുത്തു പറയാനായിട്ടുള്ളത് ആ ഫ്രണ്ട് വ്യൂ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അതേപോലെ തന്നെ പുറകിലെ ടൈൽ ലാമ്പ് ഡിക്കി സ്പേസും പുതിയതായിട്ട് വന്ന വണ്ടിക്കാണെന്ന് തോന്നുന്നു ഡിക്കി അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഡിക്കി ഓപ്പൺ ആക്കാനും വലിയ സ്പേസ് വേണ്ട. അതേപോലെ തന്നെ ഡിക്കിന്റെ അകത്തും നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഡിക്കി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരുപാട് തിരക്കുണ്ട്. നമുക്ക് എന്തായാലും പുറത്തിറങ്ങി അടുത്ത വണ്ടി നോക്കാം അല്ലേ. ഓപ്പൺ ചെയ്യാനായി തന്നെ ഒരുപാട് സ്പേസ് വേണം. അതെ, നേരത്തെ കാണിച്ച അതേസമയം നമുക്ക് സ്പേസ് വളരെ കുറവാണ്. രണ്ട് മോഡൽ ചെയ്യാം, രണ്ട് ഒരേ ബോഡിയാണ്. നമ്മുടെ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ചുള്ള ഇത് ചെയ്യാം. ബോഡിയാണ് ഇത് മടക്കണമെങ്കിൽ ഇത് ഇത്രയും സ്പേസ് മതി. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ലുക്ക് ഇതാണ് കെട്ടിയതാണ്. പുതിയ സ്റ്റാർ സെഡിന്റെ ബാക്കാണ്, ടൈലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഏഷ്യറിന്റെ അകത്ത് കയറിയായിരുന്നു. അതേ സെയിം ഉൾവശം കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. കളറിലും ചെറിയൊരു ഡിക്കിയുടെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അല്ലേ? പക്ഷെ എനിക്ക് ടൈഗറിനെ കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു പുതിയ ജനറേഷനിലുള്ള ഒരു മോഡലായിട്ട് വരുന്നുണ്ട് ഡിക്കി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡിക്കിയുടെ ഒരു ലുക്കൊക്കെ വേറെ ഒരു വണ്ടിയുടെ അടുത്ത് കൊണ്ടുവച്ച് നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തുറക്കാം. ഒരുപാട് വലിയ വലിയ ആൾക്കാരും അതൊക്കെ ബസ് ഓണേഴ്സും അല്ലെ എല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ ഉണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ MGയുടെ ബോഡി ബിൽഡേഴ്സ് ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്. ഒരുപാട് പേരുണ്ട്. ഇന്നത്തെ ഇനോഗ്രേഷൻ പല വണ്ടിയുടെ ഇനോഗ്രേഷൻ നടക്കുന്നുണ്ട്, ലോഞ്ചിങ് നടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് കാർ സെക്ഷനിലാണ് വന്നത്. ഹോണ്ട അമേസിന്റെ CNG മോഡലാണ് ഈ കാണുന്നത്. പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന മോഡലാണ്. വരാൻ പോകുന്ന മോഡലാണ് അല്ലേ? ഹോണ്ടയുടെ തന്നെ എലവേറ്റ് ഉണ്ട്. എലവേറ്റ് CNG ആണ്. ഈ രണ്ട് മോഡലാണ് പുതുതായിട്ട് ലോഞ്ച് ചെയ്യാനുള്ള ഇത് തോന്നുന്നത്. CNG-ലോട്ട് മാറി എന്നുള്ള വ്യത്യാസം അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും എലവന്റിലും വന്നിട്ടില്ല. അതേപോലെ തന്നെ നേരത്തെ കണ്ട അമേസിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ടാങ്കിൽ CNG-ലോട്ട് മാറി എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ അമേസിലും എലവന്റിലും വന്നിട്ടുള്ളൂ. എർത്ത് ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതായത് ഇതിന്റെ ചേസ് വന്നിരിക്കുന്നത് ഏഷ്യർ ആണ് അല്ലേ? എർത്ത് എന്ന് പറയുന്ന ഒരു ബോഡിയാണ് ഇത്. അല്ല, എങ്ങനെയുണ്ട് ഈ വണ്ടി കണ്ടിട്ട്? നമ്മുടെ ഒരു നാട്ടിലെ ഇപ്പോഴത്തെ സെറ്റപ്പില് ഓൾവേ അതേപോലെ തന്നെ ഗ്ലൈഡറും ഇതൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ സെറ്റപ്പിലോട്ട് ഈ സാധനം അങ്ങോട്ട് എത്തത്തില്ല. ഇത് എനിക്ക് കണ്ടിട്ട് ഒരു സാധാരണയിൽ ഒരു ലക്ഷറി എന്നുള്ള ഒരു കൺസെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫ്രണ്ടൊക്കെ കാണാൻ വലിയ എന്തോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ അടുത്ത് കാണുമ്പോഴത്തേക്കും സെറ്റപ്പിലോട്ട് ആയില്ല. അപ്പൊ ഇത് ഏഷ്യറിന്റെ ഷാസിയിലാണ് വന്നിട്ടുള്ളത്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്തുള്ള വിശേഷങ്ങളും കൂടി കാണാം. അപ്പോ ഇതിന്റെ ഷാസി വന്നിട്ട് ഏഷ്യറിലാണ് വന്നിട്ടുള്ളത്. ഏഷ്യറിന്റെ സാധാരണ ഒരു ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ തന്നെ ഡെമോ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ക്വാളിറ്റി ഒന്നും കാണാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഉള്ളിലോട്ട് വരുമ്പോ ലക്ഷറി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ലക്ഷറിന്റെ ആ ഇതിലോട്ട് എത്തിയില്ല എന്ന് തന്നെ പറയാം. സീറ്റൊക്കെ കൊള്ളാന്ന് തോന്നുന്നു. ഏകദേശം ഒരു ലക്ഷറി ടൈപ്പില് സ്ലീപ്പർ ആണ്. സീറ്റ് കം സ്ലീപ്പർ ആണ്. ലക്ഷറി ടൈപ്പിലുള്ള സീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും വേണ്ടത്ര ഒരു ഇത് കിട്ടുന്നില്ല, സാറ്റിസ്ഫാക്ഷൻ. കേരളത്തിലെ ലക്ഷറി വണ്ടി കണ്ടിട്ടായിരിക്കും ഇതിനൊരു സുഖം കിട്ടുന്നില്ല. എന്തായാലും കൊള്ളാം, വണ്ടി നല്ല ഒരു ഡിമാൻഡ് ആയി. സീറ്റൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും കൊള്ളാം, വണ്ടി കൊള്ളാം. പക്ഷെ പുറത്തുനിന്നുണ്ടപ്പോ തോന്നിയില്ല. പക്ഷെ അകത്ത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. എങ്കിലും നമ്മുടെ മനസ്സിനുള്ള തൃപ്തി ബെറ്റർ ആണ്, എന്നാലും ഇത്ര ബെറ്റർ അല്ല. അതെ.
ബോഡിയൊക്കെ ഒന്നും ഒതുങ്ങിയിട്ടില്ല. ഒരു അതെ. അകത്ത് എന്തൊക്കെ എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്, പക്ഷെ സാധനങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ ഒതുങ്ങിയിട്ടില്ല. വേണ്ട ഒരു വിധത്തിലായില്ല എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. തോന്നിയിട്ടുണ്ട്. പിന്നെ കളർ കോമ്പോ ഒന്നും അത്ര ഒരു ഇതൊക്കെ ഉണ്ടാവും, ഒരു കളർ കോമ്പോ ഒന്നും ഒട്ടും ഫേവറബിൾ അല്ല. ഇതൊക്കെ വേറെ കളറുകളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒന്നും കൂടി ഉഷാറായേനെ. ഒരു സൈഡിൽ നോക്കിയാണെങ്കിൽ കർട്ടൻ ഒരു കളറ്, ഇതൊരു കളറ്, അതാണൊക്കെ ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന വേറെ. ഇത് ഒട്ടും മാച്ചിങ് അല്ല, ഈ ഒരു പോർഷ ഒട്ടും മാച്ചിങ് ഇല്ലാത്ത കളറാണ്. ഓക്കെ, ഇതിന്റെ വാക്ക് വേ കുറച്ച് വളരെ ചെറുതായിട്ടുണ്ട്. വാക്ക് വേ ചെറുതാകാൻ കാരണം വെച്ചാൽ സീറ്റ് അത്രയും ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഏകദേശം ഒരു രണ്ടുപേർക്ക് ഇരുന്ന് കംഫർട്ടബിൾ ആയിട്ട് അത് വെച്ചാൽ ഏറ്റവും ഇച്ചിരി തടി ഇച്ചിരി കൂടുതലായാലും സീറ്റ് കംഫർട്ടബിൾ ആണ്. ഒരാൾ ഇരുന്നാൽ പോലും ഏകദേശം സ്പേസ് ഉണ്ട്. സ്പേസ് ഉള്ള സീറ്റ് കൊടുത്തതുകൊണ്ടാണ് വാക്ക് വേ കുറഞ്ഞു പോയത്. അതായത് രണ്ടുപേർക്ക് കിടക്കാനുള്ള ഇതിന് സൗകര്യം ഉണ്ട്, വീതി ഉണ്ട്. സാധാരണയായിട്ട് 3 പേർക്ക് ഇരിക്കാനുള്ള 2 പേർക്കുള്ള ഈ ഒരു സാധനം മാറി കഴിഞ്ഞാൽ 3 പേർക്ക് കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അത്രത്തോളം കംഫർട്ട് ആയിട്ടാണ് സീറ്റ് കൊടുത്തത്. സീറ്റ് അറേഞ്ച്മെന്റ്സ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പക്ഷെ എന്തൊക്കെ ഒരു ഡിസൈൻ കിണഞ്ഞായിരിക്കും. അതെ, ഒന്നും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ്. അവര് എന്തൊക്കെയോ ബൾക്കായിട്ട് കാണിച്ചു, അതായത് മറ്റേ ഒന്ന് ഊതി പെരുപ്പിച്ച് കാണിക്കുന്നു. വലുതായിട്ട് പ്രതീക്ഷിച്ചു, പക്ഷെ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. സ്ട്രക്ചർ വർക്ക് ഒന്നും. പക്ഷെ സീറ്റ് ഒരു രക്ഷയില്ല, സീറ്റ് ഭയങ്കര കംഫർട്ടബിൾ ഇല്ല. സീറ്റ് പക്ഷേ ഇന്റീരിയേഴ്സ് ഒന്നും അത്ര ഇതില്ല, ഭംഗിയില്ല. അതെ, കുഴപ്പമില്ല, അടിപൊളിയാവും, ഇച്ചിരി കൂടെ ബെറ്റർ ആവും. അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് തുടക്കത്തിലായിരിക്കാം. അതെ, ബിൽഡേഴ്സ് തുടക്കത്തിലായിരിക്കും. ഓക്കെ, അപ്പൊ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് അവർ ഇനിയും ബെറ്റർ ആക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ആ നാട്ടിലെ വോൾവോയും അല്ലേ ടൈഗറൊക്കെ ഓടുന്ന സമയത്ത് ഇതെന്തായാലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത്ര ഇഷ്ടപ്പെടത്തില്ല. ഒന്നാമതേ ടൈഗറക്കും വോൾവോക്കും വരെ കുറ്റം പറയുന്ന ആൾക്കാരാണ്. ഇതുകൊണ്ട് ഒരിക്കലും. പക്ഷെ ബെറ്റർ ആയിട്ട് അവര് ശ്രമിച്ചിട്ടുണ്ട്. അടുത്ത ഒരു വർഷം വരെയാണെങ്കിൽ ഇതിലും ബെറ്റർ ആക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ കുറ്റം പറയില്ല, കണ്ട കാര്യങ്ങൾ പറയണം അല്ലേ. ക്യാബിൻ AC അല്ലാന്നാണ് തോന്നുന്നത് അല്ലേ? AC അല്ല, കൊടുത്തിട്ടില്ല. കേബിനിൽ AC ക്യാബിൻ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ബോക്സ് ബോക്സ് ചെയ്തിട്ടില്ല. ഇത് ഞണങ്ങിയതാണോ മോഡലാണോ? ഇല്ല, അത് അതിന്റെ ആ ബോക്സിന്റേതാണ്. എന്തായാലും ഡ്രൈവർ കടന്ന് കട്ടടിക്കേണ്ടി വരും. കട്ടടിക്കാൻ അതിന്റെ അപ്പുറം ആവേണ്ടി വരും. 2 ദിവസം ഓടി കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഞാൻ വരുന്നില്ല. ക്യാബിനൊക്കെ എടുത്ത് മറ്റേ പിടിച്ച് ചൂടടിക്കുന്നു. ക്യാബിന് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ അല്ല, ഒരിക്കലും ഇല്ല. ഞാനൊരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. ഈ ക്യാബിൽ ഇരുന്ന് ഓടിക്കാൻ ഭയങ്കരമായിട്ടും കഷ്ടപ്പെടും. ഈ കമ്പനി ശരിക്കും പാസഞ്ചേഴ്സിന് ഭയങ്കര കംഫർട്ടബിൾ മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർക്ക് സീറോ. ഭയങ്കരമായിട്ടും ചൂടിന്റെ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടാണ്. സീറ്റൊക്കെ വളരെ, പക്ഷെ എയർ സീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏഷ്യറിൽ വരുന്നതാണോ അറിയില്ല. ഇത് കണ്ടോ, ഇത് എയർ സീറ്റാണ് കൊടുത്തത്. എയർ സസ്പെൻഷനിലാണ് സീറ്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ AC ഇല്ല, ചൂട് കൂടുതലാണ്. ഫാൻ മാത്രം, ഫാൻ കൊണ്ടൊന്നും ഇനിയുള്ള കാലത്തൊന്നും ആരും ഡ്രൈവേഴ്സിനെ കിട്ടത്തില്ല. ലോ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നല്ലേ. ഫിനിഷിംഗും ഇല്ല. പിന്നെ ഭയങ്കര എന്തൊക്കെയോ ഒരു ഇത് വേണ്ടാന്ന് പറയാൻ തോന്നുന്നല്ലേ. പിന്നല്ലാതെ. ഓക്കെ, ട്രിപ്പ് എന്ന് പറയുന്ന ഓട്ടോമൊബൈൽസിന്റെ ബസ്സിന്റെ നമ്മൾ പാസഞ്ചേഴ്സ് സൈഡിൽ പോയപ്പോഴത്തേക്ക് നല്ല കൂളിംഗ് കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഡ്രൈവർ സൈഡിലോട്ട് വരുമ്പോ ഒട്ടും കൂളിംഗ്. അതിന്റെ ബ്ലോയറിന്റെ ഹോളേ കൊടുത്തിട്ടില്ല, AC-യുടെ ഹോളേ കൊടുത്തിട്ടില്ല. ഒന്നാമെന്ന് വെച്ചാൽ ചൂട് കൂടുതൽ, ക്യാബിൻ ഭയങ്കര ചൂട് കൂടുതൽ. ഇനിയുള്ള കാലത്ത് ഒരിക്കലും ഇത്രയൊക്കെ പുതുതായിട്ട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് AC ക്യാബിൻ ഇല്ലാത്ത ആ ഒരു ഡ്രൈവേഴ്സ് തന്നെ ഓടിക്കാൻ വരത്തില്ല. ഒന്നാമത് നൈറ്റിലുള്ള ഫ്രണ്ട് ഇത്രയും ഡിസൈൻ ചെയ്തതിന്റെ ഒരു 10-1 മതിയായിരുന്നു. അവിടെ മതിയായിരുന്നു ബ്ലോവർ വെച്ച് കംഫർട്ടബിൾ ആയിട്ട് AC കൊടുക്കാതെ. എന്തായാലും കൊള്ളാം. അങ്ങനെ ഒരു മോഡൽ ഇനിയും ബെറ്റർ ആക്കും. ഒരു 10-ല് എത്ര കൊടുക്കും? 10-ലൊരു 7 കൊടുക്കാം. 7 വളരെ കൂടുതലാണ്, ആർഭാടമായി പോകും. എങ്കിൽ പോലും എന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ
അത്രേ ഉള്ളൂ 50%. ഓക്കെ പകുതി 50% ബെറ്റർ ആക്കിയിട്ടുണ്ട്. പക്ഷെ അടുത്ത സ്റ്റെപ്പിൽ അവര് എങ്കിലും ഇനിയും ബെറ്റർ ആക്കാം എന്ന് വെച്ചാൽ ഇത്രത്തോളം ഈ ഒരു പോർഷൻ ആക്കി വെച്ച അവർക്ക് ചെറിയ ചെറിയ മിനുക്കുപണികൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി ഓക്കെ അടിപൊളി. മാക്സിമം ഒന്ന് ഒതുക്കാൻ നോക്കണം. അതായത് എല്ലാം ബൾക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതെ, അതെ. ഒന്ന് പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും കൊള്ളാം. ഒന്ന് ബെറ്റർ ആക്കണം. സൈഡൊക്കെ നോക്കി ഭയങ്കര ലൈറ്റ് ഒക്കെ കൊടുത്തേ അവര് മാക്സിമം ഭയങ്കര എന്തോ സെറ്റപ്പ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഭയങ്കര വലിയൊരു ഭംഗിയായിട്ട് തോന്നുന്നില്ല. പല പല കളർ അല്ലേ? പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മുടെ പാസഞ്ചർ സൈഡിലായാലും കളർ മാച്ചിങ് അല്ല. ഒന്ന് നോക്കിയാൽ ലൈറ്റിംഗ് ആയാലും കളർ മാച്ചിങ് അല്ല. ഫിനിഷിംഗ് വർക്കിൽ ഭയങ്കരമായിട്ടും മോശമായിട്ടുണ്ട്. മോശമായിട്ടെന്ന് പറഞ്ഞാൽ ഡ്രൈവർ ക്യാബിൽ എപ്പോഴും ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആണ്. അപ്പൊ ആ ക്യാബിലോട്ട് കയറുമ്പോഴുള്ള ഒരു ഇംപ്രഷൻ തന്നെ ഒരു തട്ടിക്കൂട്ട് തകിട് വെച്ചൊക്കെ ഉള്ള പരിപാടിയാണ്. അത് മാറ്റി കഴിഞ്ഞാൽ തന്നെ മൊത്തത്തിൽ ബെറ്റർ ആവും. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ കൊടുക്കുന്ന ഹെഡ്ലൈറ്റ് ലാമ്പ് ഇതൊക്കെ അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്. ഈ ഇൻഡിക്കേറ്റേഴ്സ് അതെല്ലാം അടിപൊളിയായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ബാക്ക് ടൈൽ ലൈറ്റും അടിപൊളിയാണ്. ലൈറ്റിനൊക്കെ അടിപൊളിയാണ്. എന്തൊക്കെയോ എവിടേക്കോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പോലെ അത്രേ ഉള്ളൂ. എല്ലാവരും അതാ സംസാരിക്കുന്നത്. ഫിനിഷിങ്ങിന്റെ വിഷയങ്ങളാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല ഇവിടെ വരുന്നവരും ആ കാര്യങ്ങൾ ഫിനിഷിങ്ങിന്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷത്തിൽ ഇതിലും ബെറ്റർ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, അടുത്ത എക്സിബിഷനിൽ ഇതിലും ബെറ്റർ ആയിട്ട് ഈ കമ്പനീനെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ. ഓക്കെ, ഇതുണ്ടോ മുമ്പിന്റെ വലിപ്പോ, ടൈലൈറ്റ് അല്ലേ, ഇൻഡിക്കേറ്റർ. ഇത് ടൈലൈറ്റ്, ഇൻഡിക്കേറ്റർ. അതേപോലെ തന്നെ നമ്മുടെ AC ബ്ലോയറുകൾ വരുന്ന പല മോഡലും AC ബ്ലോയറുകൾ വരുന്നതാണ്. അതായത് പാസഞ്ചർ പല പല ഡിസൈൻസുകളാണ്. അതേപോലെ ബാക്കില് ടൈൽ ലാമ്പുകൾ. ഇത് പഴയ മോഡൽ AC ബ്ലോയറിന്റെ ഇതാണ്. അതായത് മിററില് ഇത് ടൈം വരുന്ന ടൈപ്പ്. എനിക്ക് തോന്നുന്നു ചിലപ്പോ ഈ ട്രൈത്തൺ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കോസ്റ്റിൽ ബോഡി കെട്ടുന്ന ടീമാണെന്ന് തോന്നുന്നു. അവര് ടൂള് വർക്ക് ചെയ്തേക്കുന്നതിന്റെ ഇതൊക്കെ ഇവിടെ തന്നെ കിടക്കുന്നു. വേണ്ട രീതിയിൽ പെട്ടെന്ന് ചെയ്ത് കൊടുത്ത് ഒന്ന് വാഷ് ചെയ്തിട്ടില്ല, ഒന്ന് തുടച്ചിട്ടില്ല, പൊടി പിടിച്ച് കിടക്കുക. സീറ്റർ ബസ് ആണ് അവിടെ. വേറൊരു മോഡലാണ് ട്രൈത്തിന്റെ. ഭയങ്കര ലോ ക്വാളിറ്റിയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ഒരു എക്സിബിഷൻ നടക്കുകയാണ്. ഇത് ലൈലാൻഡിലാണ് വാഷ് ചെയ്തിട്ട് പോലും ഇല്ല. അതെ, ഇത് ഷാസി ലൈലാൻഡിലാണ് കെട്ടിയിരിക്കുന്നത്. 3+2 ആണ്. എന്നുവെച്ചാൽ ടൂറിസ്റ്റ് ബസ് എന്തായാലും നമ്മുടെ അവിടെ എന്തായാലും അത്ര ഇതാവത്തില്ല. ഓക്കെ, ടൂറിസ്റ്റ് ബസ് ഇതിലാണ് കെട്ടിയേക്കുന്നത്. ഓക്കെ, 3+2 ടൂറിസ്റ്റ് പർപ്പസിലാണ്. തീർത്ത് എന്നാണ് ഇതിന്റെ ഒരു ബോഡിയുടെ പേര് വരുന്നത്. ഇപ്പൊ സീറ്റ് ഏത് നോക്കിയാലും, സീറ്റർ ആയാലും സ്ലീപ്പർ ആയാലും എടുത്ത് നോക്കുകയാണെങ്കിൽ സീറ്റ് പക്ക അറേഞ്ച്മെന്റ്സ് അടിപൊളിയാണ്, ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബോഡി വലിയ ക്വാളിറ്റി ഇല്ല, കളർ മാച്ചിങ് ഇല്ല, ലൈറ്റ് ഇല്ല. അതൊക്കെ പിന്നെ ക്യാബിൻ ഒരു ഫിനിഷിംഗ് ഒന്നുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നുള്ള തോന്നലുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ കൂടെ ക്യാബിൻ വ്യൂയും കൂടെ ഒന്ന് നോക്കാം. ക്യാബിൻ ഇനി ഈ സൈഡിൽ ഹൈറ്റ് ഒന്നും വരത്തില്ലേ? ഹൈറ്റ് ഇത് ക്രോസിങ്, നമ്മുടെ അവിടെ ഒക്കെ ക്രോസിംഗ് ആണ്. ഇത് ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. വളരെ ലോ ക്വാളിറ്റിയിലുള്ള ഒരു ക്യാബിൻ അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു 2010 ഈ മോഡൽ ഇറങ്ങിയത് ഈ അടിപൊളി എന്ന് പറയും. അതെ, അതുകൊണ്ടോ സ്വിച്ചസ്, അതിന്റെ സ്വിച്ചസുകൾ കൊടുത്തേക്കുന്നുണ്ടോ? പഴയ ആ ഒരു ഇതാണ് കൊടുത്തേക്കുന്നത് സ്വിച്ചുകള്. ഓക്കെ, ഒന്നുകൂടി അപ്ഡേറ്റ് ആവാണ്ട്, കമ്പനി ഒന്നുകൂടി അപ്ഡേറ്റ് ആവാണ്ട്. ഈ സ്വിച്ചുകളൊന്നും കൊടുത്താൽ ഒരിക്കലും അപ്ഡേഷൻ ആവത്തില്ല. നമ്മുടെ ഈ ലൈലാൻഡ് മൊത്തം ലൈലാൻഡ് ആണ്. ഒരു ഭംഗിയില്ലല്ലേ, നമ്മുടെ വൃത്തിയില്ലാത്ത ഒന്നുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. ഈ മുകളിൽ വെച്ചേക്കുന്ന മോഡൽ എന്നോ, അതായത് 2018 എന്റെ അടുത്ത ക്രൂസറുള്ള സമയത്ത് ഈ ഒരു മോഡല് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു 2018. ഇപ്പോഴും ആ കാലഘട്ടത്തിലാണ് സ്വിച്ചുകൾ. അതേപോലെ തന്നെ ഈ സ്വിച്ചുകൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് ഈ സ്വിച്ചുകളുടെ കേസുകളാണ്. വണ്ടി ഫസ്റ്റ് ടൈം കാണുമ്പോൾ ആ ഒരു ഇംപ്രഷൻ കിട്ടണം. നമ്മുടെ കേരളത്തിൽ എന്തായാലും ഒരാൾ പോലും ഒരു മോഡൽ ഒരിക്കലും ചെയ്യത്തില്ല. ഹെഡ്ലൈറ്റ് കൊടുത്തേക്കുന്നുണ്ടോ? പഴയ ആ ഒരു ഹെഡ്ലൈറ്റ് ആണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. പക്ഷേ നമ്മുടെ നേരത്തെ സ്ലീപ്പർ നോക്കിയപ്പോൾ ഇച്ചിരി കൂടി ബെറ്റർ ആയിരുന്നു. പക്ഷെ ഇത് ഹെഡ്ലൈറ്റ് ഒക്കെ വളരെ ഒരു പഴയ കാലഘട്ടത്തിലോട്ട് പോയിട്ടുണ്ട്. 20 വർഷം പറയിലോട്ട് പോകും. അതെ,
ഇത് കണ്ടോ, ഇതൊക്കെ നോർത്ത് ആ സൈഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അവർക്ക് ബെറ്ററാണ്. നമ്മളെ ഈ വോൾവോ SLX-ഉം അതേപോലെ ഇനി വരുന്ന ഗ്ലൈഡറും ഇതൊക്കെ കണ്ടിട്ട് ഇത് തൊട്ടടുത്ത് സ്റ്റാർ Z കിടപ്പുണ്ട്. അപ്പുറത്ത് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ നാട്ടിലോട്ട് ഇത് സെറ്റ് ആകത്തില്ല. ക്വാളിറ്റി പ്ലസ് ഫിനിഷിംഗ് മാച്ച് ആവുന്നില്ല. ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഞാൻ അടുത്തേൽ പോകും. ഓക്കെ, ഫോഴ്സ് മോട്ടോഴ്സിന്റെ ഒരു സെക്ഷൻ ആണ്. ട്രാവലർ ഉണ്ട്, മോണോബസ് ട്രാവലർ, സ്കൂൾ ബസ് കിടപ്പുണ്ട് അപ്പുറത്ത് അല്ലേ. ഫോഴ്സ് മോട്ടോഴ്സിന്റെ ഒരു സെക്ഷൻ ആണിത്. പക്ഷെ ഭയങ്കര തിരക്കുണ്ടല്ലേ, ഭയങ്കര തിരക്ക്. ഇന്ന് ലോഞ്ച് ചെയ്യുന്ന വണ്ടിയാണ് ആ വണ്ടിയല്ലേ. അതല്ലേ പുതുതായിട്ട് പ്രത്യേകത, ഇത് ഇറങ്ങിയ മോഡലാണ്. മോണോബസ് ഇറങ്ങിയതാണോ? ഇറങ്ങിയതാണ്. ഇത് ഫിക്സ്ഡ് ക്ലാസ്സിലെ വണ്ടിയാ. നോക്കാം, ഇത് LX ആണല്ലേ. അതെ, വ്യത്യാസം കാണും. LX-ലാണ്. മോണോബസ് LX-ന്റെ ഒരു ക്യാബിൻ വ്യൂ ആണ്. ഫിക്സ്ഡ് ക്ലാസ് AC ആണ്. സീറ്റർ ആണ്. ഓക്കെ, 35 സീറ്റിന്റെ ഒരു മോണോബസ് ആണ്. ഫോഴ്സിന്റെ അല്ലേ, സാധാ ഒരു ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അതില് കുറച്ച് എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡേഷൻ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്താ കൊടുത്തിട്ടുള്ളത് നമുക്കറിയില്ല. മോണോബസ് LX എന്ന് പറഞ്ഞ വെർഷൻ ആണ്. ഇതിൽ എന്താ കൂടുതൽ വന്നിട്ടുള്ളതെന്ന് അറിയില്ല. പക്ഷെ ഈ വണ്ടി നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഫോഴ്സ് അർബാനിയയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ആയി കാണുന്നത്. അർബാനിയ DX ആണ്. അപ്പൊ നമ്മൾ സാധാരണ ഇത്രയും നാളും കണ്ട ഒരു മോഡലല്ല, ഒരുപാട് വ്യത്യാസങ്ങളുള്ള പുതിയതായിട്ട് നമ്മുടെ റോഡുകളിൽ ഇറങ്ങാൻ പോകുന്ന ഒരു മോഡലാണ് DX. അപ്പൊ നമുക്ക് അകത്ത് കയറാൻ പോലും പറ്റുന്നില്ല. എല്ലാവരും ഭയങ്കര തിരക്കാണ് അതിന്റെ അകത്തോട്ട്, ഒരു രക്ഷയില്ല. ഇതും നമ്മള് നേരത്തെ കണ്ട ടാറ്റയുടെ വിങ്ങർ ഇല്ലേ, വിങ്ങർ ഹൈറൂഫ്, അതും ഏകദേശം ഒരേ കാറ്റഗറിയാണ്. പക്ഷെ ഇത് നല്ല ബൾക്കായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് അർബാനിയ ആയിരിക്കും. സൈഡൊക്കെ നോക്കിയല്ലോ, ലക്ഷറി ആയിട്ടാണ് അർബാനിയ ഇപ്പൊ ഫീച്ചേഴ്സിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മിറർ ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ, രക്ഷയില്ല, അടിപൊളിയായിട്ട്. ഓക്കെ, ഈ സൈഡ് ഓപ്പൺ ആണല്ലേ? സൈഡ് ഓപ്പൺ അല്ല, സെയിം തന്നെ. ആ വിങ്ങറും അത് തന്നെ, സൈഡ് ഓപ്പൺ ആണ്. സെയിം. നമുക്ക് കയറി നോക്കാം. സ്ഥലമില്ല, പറ്റുന്നൊക്കെ എടുക്കാം. 15 അർബാനിയ എല്ലാരും കണ്ടിട്ടുണ്ടാവും. അതേ സെയിം ഇത് തന്നെയാണ്, കൂടുതലായിട്ട് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെന്നാണ്. DX എന്നുള്ള ഓപ്ഷൻ എന്താണെന്ന് അറിയില്ല. DX അതാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. സമയം ഏകദേശം 1:15. നമുക്ക് ഇതിനകത്ത് ടൈമർ ഇല്ല, അതുകൊണ്ട് നമുക്ക് സമയം അറിയുന്നില്ല. എനിക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് MG-യുടെതാ ഈ ഒരു റെഡ് കളറിലുള്ള സ്റ്റാർ Z. ഒരു രക്ഷയില്ല. സ്റ്റാർ Z മോഡലാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളത് ഇവിടെ നിൽക്കുന്ന നിലവില്. എടാ വോൾവോ എവിടെ? അളിയാ? പുറകിലാണെന്ന് തോന്നുന്നു, അറിയില്ല. നമുക്ക് നോക്കാം അല്ലേ, കാണും. അതേപോലെ ലൈലൈനിന്റെ മൾട്ടി കണ്ടിട്ടില്ല ഇതുവരെ, അതും കൂടി കാണാനുണ്ട്. ഒരുപാട് സെക്ഷൻ കാണാനുണ്ട്.